Dear students, welcome to Sapphire Future Academy Board Booster series. In this session, we have discussed about evolution. നമ്മളുടെ പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ് evolution. What is evolution? What do you mean by evolution? എങ്ങനെ evolution നടന്നത് എങ്ങനെയാണ്? എന്താണ് evolution എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ വാക്കിൽ നമുക്ക് പറയാം it is പരിണാമം അല്ലേ evolution. അതായത് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ആണ്. വേർ ദ ലൈഫ് കം ഫ്രം. ഇന്ന് കാണുന്ന ഈ ബയോഡൈവേഴ്സിറ്റി, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം പ്രസന്റ് ഇൻ ദ ബയോസ്ഫിയർ, ഇവർ എവിടെ നിന്നാണ് ഇത് വന്നത്, എങ്ങനെയാണ് ഇവിടെ ആദ്യം ലൈഫ് ഉണ്ടായത്? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് എവല്യൂഷൻ. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ എവല്യൂഷൻ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് എവല്യൂഷൻ എന്നൊക്കെ ഇവിടെ പറയുന്നത് നോക്കുക. ദ ഒറിജിൻ ഓഫ് ലൈഫ് ആൻഡ് എവിഡൻസ് ഓഫ് എവല്യൂഷൻ. ഒറിജിൻ ഓഫ് ലൈഫ്, ലൈഫ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, അതുപോലെ തന്നെ എവിഡൻസസ്, അതിൻ്റെ എവിഡൻസ് എന്തൊക്കെയാണ്, അതിന് കുറച്ച് പ്രൂഫൊക്കെ വേണമല്ലോ, അതെന്തെല്ലാമാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കുക. എവല്യൂഷണറി ബയോളജി is the study of history of life forms on earth. History of life forms. Life forms എന്ന് പറഞ്ഞാൽ അത് പ്ലാന്റ്സ് ആകാം, ആനിമൽസ് ആകാം, ഈവൻ ബാക്ടീരിയാസ് എല്ലാം വരും. സ്റ്റഡി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. ദ എവല്യൂഷൻ ഓഫ് ലൈഫ് ഓൺ എർത്ത്, different changes in flora and fauna around earth that coexist along with human being also forms a part of evolution. അപ്പോൾ എവല്യൂഷനിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിയേ. ഡിഫറെൻറ്റ് ചേഞ്ചസ് ഇൻ ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ ഫോണ നിങ്ങൾ കേട്ടിരിക്കുന്നതാണല്ലോ. ഫ്ലോറ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലോറ? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ എ സ്പെസിഫിക് ഏരിയ. അത് തന്നെ ഫോണയാണെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആനിമൽ പ്രസൻറ്റ് ഇൻ എ സ്പെസിഫിക് ഏരിയ. Then around earth, അപ്പോൾ different changes in flora and fauna around the earth that coexist along with human beings അല്ലേ, ഇവർ നമ്മുടെ ഒപ്പം തന്നെ കോഎക്സിസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ വരുന്നത് എവിടെയാണ്? These all are come under the part of evolution. Then the origin of life is considered unique event in the history of universe. Origin of life, ഇതാണ് എന്ത് ഹിസ്റ്ററി ഓഫ് യൂണിവേഴ്സിലെ യുണീക്ക് ഈവന്റ് എന്ന് പറയുന്നത്. എന്താ? ഒറിജിൻ ഓഫ് ലൈഫാണ്. ലൈഫ്, ജീവൻ എവിടെ നിന്ന് ഉണ്ടായി. അതിൽ ആദ്യം നമ്മൾ പറയുന്നത്, അപ്പൊ എന്താണ് യൂണിവേഴ്സ് എന്നറിയണമല്ലോ. വാട്ട് ഡു യു മീൻ ബൈ യൂണിവേഴ്സ്? യൂണിവേഴ്സ് ഉണ്ടായാലല്ലേ പിന്നെ ലൈഫ് വരുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പറയാം യൂണിവേഴ്സ്. ഇറ്റ് ഈസ് വെരി ഓൾഡ്, ഓൾമോസ്റ്റ് 20 ബില്യൺ ഇയേഴ്സ് എഗോ. യൂണിവേഴ്സിന്റെ പ്രായം പറഞ്ഞിരിക്കുന്നത് 20 ബില്യൺ ഇയേഴ്സ് എഗോ. It contains huge galaxies. അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻ, യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? വിച്ച് കണ്ടെയ്ൻസ് ഹ്യൂജ് ഗാലക്സീസ്. ഗാലക്സിയിൽ എന്തൊക്കെയുണ്ട്? ഗാലക്സീസ് കണ്ടെയ്ൻ സ്റ്റാർസ് ആൻഡ് ക്ലൗഡ്സ് ഓഫ് ഗ്യാസസ് ആൻഡ് ഡസ്റ്റ് അല്ലേ. ഗാലക്സി എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാർസ് ഉണ്ട്, അതുപോലെ ക്ലൗഡ്സ് ഉണ്ട്, അതുപോലെ ഡസ്റ്റുകളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഗാലക്സി എന്ന് പറയുന്നത്. The origin of universe is explained by, origin of universe is explained by Big Bang theory. അല്ലേ, നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ് ബിഗ് ബാങ് തിയറി. അപ്പോൾ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ബിഗ് ബാങ് തിയറി. എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ബിഗ് ബാങ് തിയറി? Big Bang theory states that a huge explosion occurred, the universe huge explosion. അത് ഒരു അൺഇമാജിനബിൾ ഇൻ ഫിസിക്കൽ ടേംസിൽ അത് അൺഇമാജിനബിൾ ആണ്. അത്രയും വലിയൊരു എക്സ്പ്ലോഷൻ അവിടെ നടന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തു. യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോർമലി എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കെയിം ഡൗൺ ആൻഡ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം വേർ ഫോംഡ് അല്ലേ. ടെമ്പറേച്ചർ താന്നു കഴിഞ്ഞപ്പോൾ രണ്ട് ഗ്യാസസ് വന്നു. ഏതൊക്കെയാണത്? ഹൈഡ്രജൻ ആൻഡ് ഹീലിയം വേർ ഫോംഡ് ലേറ്റർ. അപ്പോൾ ബിഗ് ബാങ് തിയറി പറയുന്നത് എന്താണ്? ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ അവിടെ നടന്നിട്ടുണ്ട്. ഈ ഹ്യൂജ് എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ കെയിം ഡൗൺ. അതിനുശേഷം പിന്നെ വന്ന രണ്ട് ഗ്യാസുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ആൻഡ് ഹീലിയം were formed. Then the galaxies were then formed due to condensation of gases
അണ്ടർ ഗ്രാവിറ്റേഷൻ. അതിനുശേഷമാണ് ഗാലക്സീസ് ഫോം ചെയ്തത്. ഗാലക്സീസ് ഫോം ചെയ്തത് എങ്ങനെയാണ്? ദീസ് ഗ്യാസസ് കണ്ടൻസ്. ഈ ഗ്യാസസ് കണ്ടൻസ് ചെയ്തു. എങ്ങനെയാണ് കണ്ടൻസ് ചെയ്തത്? അണ്ടർ ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷന്റെ ഫലമായിട്ട് ഈ ഗ്യാസസ് കണ്ടൻസ് ചെയ്തു. കണ്ടൻസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തു? ഗാലക്സീസ് ഫോം ചെയ്തു. ഇനി എർത്തിനെ കുറിച്ചാണ് പറയുന്നത്. The earth was supposed to have been formed about 4.5 billion years back. അല്ലേ? എർത്ത്, അതിനുശേഷം എർത്ത് ഉണ്ടായി. എർത്തിന്റെ ഏജ് നോക്കിയേ, 4.5 ബില്യൺ. നേരത്തെ പറഞ്ഞത് ബില്യൺ ആണ്. 4.5 billion years back in the solar system of Milky Way of galaxies. അതിനുശേഷം സോളാർ സിസ്റ്റം ഓഫ് മിൽക്കി വേ ഓഫ് ഗാലക്സിയുടെ സോളാർ സിസ്റ്റത്തിൽ എന്ത് ഫോം ചെയ്തു? നമ്മളുടെ എർത്തും ഫോം ചെയ്തു. എർത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്പെക്ക് എന്നാ പറയുക. സ്പെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തരി പോലെയാണ്, ഒരു പൊട്ട് പോലെയാണ് എർത്ത് അന്നവിടെ ഉള്ളത്. പിന്നെ വാട്ടർ വേപ്പർ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാട്ടർ വേപ്പർ, മീഥെയ്ൻ, carbon dioxide and ammonia released from the molten mass covered the earth surface. അപ്പോൾ എർത്തിന്റെ സർഫസിൽ ആ സമയത്ത്, എർത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മോൾട്ടൺ മാസ് ആണ്. ഈ എർത്തിന്റെ സർഫസിൽ നിന്നും എന്തൊക്കെ വന്നു എന്നാ പറയുന്നത്? വാട്ടർ വേപ്പർ, മീഥെയ്ൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അമോണിയ released from the molten masses that is covered the surface on earth. എന്നിട്ട് എന്താ സംഭവിച്ചത്? യു വി റേസ് ഫ്രം ദ സൺ, സോളാർ സിസ്റ്റം ഉണ്ടായല്ലോ. യു വി റേസ് ഫ്രം ദ സൺ ബ്രോക്ക് അപ്പ് വാട്ടർ മോളിക്യൂൾ ഇൻടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ സൂര്യനിൽ നിന്നും വന്ന യു വി റേസ് വാട്ടറിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്നും ഹൈഡ്രജനും ഓക്സിജനും വന്നു. അതിൽ ലൈറ്റർ ഹൈഡ്രജൻ എസ്കേപ്ഡ്. ലൈറ്റർ H2 ഹൈഡ്രജൻ എന്ത് ചെയ്തു? എസ്കേപ്പ് ചെയ്തു. പിന്നെ ഓക്സിജൻ കമ്പൈൻഡ് വിത്ത്, അതിനുശേഷം H2O ഓക്സിജൻ, ഓക്സിജൻ കമ്പൈൻഡ് വിത്ത് അമോണിയ ആൻഡ് മീഥൈൻ ടു ഫോം വാട്ടർ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതേഴ്സ്. ഓക്സിജൻ പിന്നീട് കമ്പൈൻഡ് വിത്ത് അമോണിയ ആൻഡ് മീഥൈൻ ടു ഫോം എന്തെല്ലാം ഫോം ചെയ്തു? വാട്ടർ ഫോം ചെയ്തു, കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്തു, അതുപോലെ മറ്റു പല ഗ്യാസസും അവിടെ ഫോം ചെയ്യുകയാണ്. Then ozone layer formed. കണ്ടോ? ഓസോൺ ലെയർ, O3. ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്നതാണ് O3. As it cooled, the water vapor fell as rain. അല്ലേ? വാട്ടർ വേപ്പർ അവിടെ തണുത്ത് കഴിഞ്ഞപ്പോൾ വാട്ടർ വേപ്പർ അത് എന്ത് ചെയ്തു? കണ്ടൻസ് ചെയ്തു. അത് എന്തായി വന്നു? വാട്ടർ വേപ്പർ ഫെൽ ആസ് റെയിൻ ടു ഫോം ഡിപ്രഷൻ ആൻഡ് ഫോം ഓഷ്യൻസ്. അപ്പോൾ ഈ മഴ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് എർത്തിൽ മുഴുവൻ വലിയ വലിയ കുഴികളാണ്, വലിയ വലിയ ഗർത്തങ്ങളാണ്. അതിനകത്ത് വെള്ളം വന്ന് നിറഞ്ഞു. ഈ വെള്ളം വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് എന്തായി മാറി എന്നാണ് പറയുന്നത്? അത് ഓഷ്യനായിട്ട് മാറി. അപ്പോൾ ആദ്യം യൂണിവേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്, പിന്നെ എർത്തിൻ്റെ ഏജാണ്. ആ സമയത്ത് എർത്തിലുണ്ടായിരുന്ന, എർത്തിൻ്റെ സർഫസിൽ ഉണ്ടായിരുന്ന മോൾട്ടൺ മാസിൽ നിന്നും വന്നത് വാട്ടർ വേപ്പർ, മീഥെയ്ൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അമോണിയ. പിന്നീട് എന്താ സംഭവിച്ചത്? യു വി റേസ്, സണ്ണിൽ നിന്നും വന്ന യു വി റേസ് വാട്ടർ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആയിട്ട് മാറി. അതിനകത്ത് ഹൈഡ്രജൻ എസ്കേപ്പ് ചെയ്തു. പിന്നെ ഓക്സിജൻ എന്തായിട്ട് കമ്പൈൻ ചെയ്തു? കമ്പൈൻ വിത്ത് അമോണിയ ആൻഡ് മീഥെയ്ൻ ടു ഫോം വാട്ടർ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതേഴ്സ്. ദെൻ later ozone layer were formed. As it cooled, the water vapor fell as rain to fill depression and form oceans. അപ്പോൾ അവിടെ എന്തായി? വെള്ളം ഉണ്ടായല്ലോ. അങ്ങനെ നമ്മുടെ എർത്തിൽ വെള്ളം വന്നു, അവിടെ ഓഷ്യൻസ് ഉണ്ടായി, വെള്ളം വന്നു. അതിനുശേഷമാണ് എന്ത് വന്നത്? ലൈഫ് വന്നത്, ജീവൻ അതിനുശേഷം വന്നത്. ലൈഫ് അപ്പിയേർഡ് 500 മില്യൺ, ഇതുവരെ പറഞ്ഞതെല്ലാം ബില്യൺ ആണ്. ആദ്യം പറഞ്ഞത് 20 ബില്യൺ, അത് കഴിഞ്ഞ് 4.5 ബില്യൺ എർത്ത്. പിന്നെ ലൈഫ് വന്നത് 500 മില്യൺ, about 4 billion years back after the formation of earth. എർത്ത് ഉണ്ടായതിന് ശേഷം, അതിനുശേഷം വാട്ടർ വന്നുല്ലോ, ഡിപ്രഷൻസിൽ വെള്ളം നിറഞ്ഞ് അത് ഓഷ്യൻസ് ആയി എന്ന് പറഞ്ഞുല്ലോ. അതിനുശേഷമാണ് എന്ത് വന്നത്? ലൈഫ് വന്നത്. അത് ഏകദേശം 500 മില്യൺ ഇയേഴ്സ് ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് എർത്ത്. അപ്പം ലൈഫ് വന്നതിൻ്റെ തിയറീസ് ആണ് ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ നോക്കാനുള്ളത്. There are different theories regarding the origin of life on earth.
അതിൽ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് സ്പെഷ്യൽ ക്രിയേഷൻ തിയറി. സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ സ്പെഷ്യൽ ക്രിയേഷൻ തിയറി പറയുന്നത് ഇതിനെ എല്ലാത്തിനും ഇന്ന് കാണുന്ന ഈ എല്ലാ ബയോഡൈവേഴ്സിറ്റിയും ഉണ്ടാക്കിയിരിക്കുന്നത് ആരാ? ക്രിയേറ്റഡ് ബൈ ഗോഡ് എന്നാ പറയുന്നത്. സ്പെഷ്യൽ ക്രിയേഷൻ തിയറി സ്റ്റേറ്റ് ദാറ്റ് ഗോഡ് ക്രിയേറ്റ്സ് ലൈഫ് ബൈ ഹിസ് ഡിവൈൻ ആക്ട് ഓഫ് ക്രിയേഷൻ. എല്ലാ ലൈഫ് ഫോംസിനെയും ദൈവം അങ്ങനെ തന്നെ സൃഷ്ടിച്ചു. ഇതിനി ചേഞ്ചസ് ഒന്നും വരില്ല. അപ്പോൾ ദൈവമാണ് ക്രിയേറ്റ് ചെയ്തത്. അതാണ് സ്പെഷ്യൽ ക്രിയേഷൻ തിയറി. തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഗോഡ് ക്രിയേറ്റ് ലൈഫ് ഫോം ബൈ ഹിസ് ഡിവൈൻ ആക്ട് ഓഫ് ക്രിയേഷൻ. അതാണ് ഫസ്റ്റ് തിയറി, സ്പെഷ്യൽ ക്രിയേഷൻ തിയറി. ദെൻ കംസ് ടു സെക്കൻഡ് തിയറി പറയുന്നത് പാൻസ്പെർമിയ തിയറി എന്ന് പറയും, അല്ലെങ്കിൽ കോസ്മോസോയിക് തിയറി എന്ന് പറയും. കോസ്മോസോയിക് തിയറി പറയുന്നത് എവിടെ നിന്നോ കുറെ സ്പോഴ്സ് വന്നു. ഈ സ്പോഴ്സ് പല പ്ലാനറ്റുകളിലായിട്ട് വന്നു. അത് ഗ്രീക്ക് തിങ്കേഴ്സ് ആണ് പറയുന്നത്. ഈ സ്പോഴ്സ് പല പ്ലാനറ്റുകളിൽ വന്നു വീണു. എവിടെയെല്ലാം ലൈഫ് ഉണ്ടാകാനുള്ള സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഉണ്ടോ അവിടെയെല്ലാം ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് എന്തായി മാറി? ലൈഫായിട്ട് മാറി. അതാണ് പാൻസ്പെർമിയ തിയറി. Gives by early Greek thinkers state that the spores or panspermia came from outer space. പുറമേ നിന്ന് ഔട്ടർ സ്പേസിൽ നിന്ന് എവിടെ നിന്നുമാണ് ഈ സ്പോഴ്സ് വന്നത്? ആൻഡ് ഡെവലപ്പ് ഇൻ ടു ലിവിങ് ഫോംസ്. അപ്പോൾ ഈ സ്പോഴ്സ് നമ്മളിങ്ങനെ വെതറിയിടുക എന്ന് പറയില്ലേ, അതുപോലെ പല പ്ലാനറ്റുകളിലും വന്നു വീണു. അതിനകത്ത് എവിടെയെല്ലാം സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ടോ അവിടെ എന്ത് വന്നു? ലൈഫ് ഉണ്ടായി. അതാണ് സെക്കൻഡ് തിയറി, പാൻസ്പെർമിയ തിയറി ഓർ കോസ്മോസോയിക് തിയറി. അത് കഴിഞ്ഞ് വരുന്നതാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി, അബയോജെനിസിസ്. ഇത് അരിസ്റ്റോട്ടിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി പറയുന്നത് എന്താണ്? ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം ഡീക്കേയിങ് ആൻഡ് റോട്ടിംഗ് മാറ്റർ ഓഫ് സ്ട്രോ ആൻഡ് മഡ്. ഡീക്കേയിങ് ആൻഡ് റോട്ടിംഗ് മാറ്റർ ഓഫ് സ്ട്രോ ആൻഡ് മഡ്. അവിടെ പറയുന്നത് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഡീക്കേ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ കാണാറുണ്ട് ചില ഓർഗാനിസംസ്, ചെറിയ പുഴുക്കളോ ചെറിയ ബീറ്റിൽസോ ഒക്കെ വരുന്നത് കാണാം. അത് നോൺ ലിവിങ് ഫോമിൽ നിന്നല്ലേ വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് ജനറേഷൻ അല്ലെങ്കിൽ അബയോജെനിസിസ് തിയറി എന്ന് പറയും. സ്പോണ്ടേനിയസ് ജനറേഷൻ ഓർ അബയോജെനിസിസ്. ലൈഫ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഡീക്കേയിങ് ആൻഡ് റോട്ടിംഗ് മാറ്റർ ലൈക്ക് സ്ട്രോ, മഡ് എക്സെട്ര. അതിനുശേഷം ലൂയിസ് പാസ്റ്റർ എന്താ ചെയ്തെന്നറിയാമോ? ലൂയിസ് പാസ്റ്റർ പറയുന്നത് റിജക്റ്റഡ് ദ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. ലൂയിസ് പാസ്റ്റർ പറയുകയാണ് അങ്ങനെയൊന്നും ലൈഫ് വരികയൊന്നുമില്ല. അതായത് ഒരു കാരണവശാലും ഒരു നോൺ ലിവിങ് മാറ്ററിൽ നിന്നും ലൈഫ് വരില്ല. ലൂയിസ് പാസ്റ്റർ എന്തുകൊണ്ടാണ് പറഞ്ഞത്? വെറുതെ അല്ലാതെ പറയുന്നത്, അതിന് എക്സ്പെരിമെന്റ് ഉണ്ട്. അപ്പോ ലൂയിസ് പാസ്റ്റർ റിജക്റ്റഡ് ദ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ and demonstrated that the life came from pre-existing life forms. കണ്ടോ? ലൂയിസ് പാസ്റ്റർ അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു എക്സ്പെരിമെന്റ് വഴി കാണിച്ചു തരികയാണ്. ലൈഫ് ഒരിക്കലും ജീവനില്ലാത്ത വസ്തുവിൽ നിന്നും വരില്ല. ലൈഫ് ഉണ്ടാകണമെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും? പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് ഫോമിൽ നിന്നുമായിരിക്കും. ലൂയിസ് പാസ്റ്ററിന്റെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് അദ്ദേഹം യൂസ് ചെയ്തത് ഒരു സ്വാൻ നെക്ക് ഫ്ലാസ്ക് ആണ്. ഈ ഫ്ലാസ്കിനകത്ത് കുറെ കിൽഡ് ഈസ്റ്റ് നിങ്ങൾക്കറിയാലോ, ഒരു ഫംഗസ് ആണ് അല്ലെ, ആസ്കോമൈസെറ്റ്സിൽ വരുന്ന ഫംഗസ് ആണ്. കിൽഡ് ഈസ്റ്റ് ഇട്ടു. അതൊരു പ്രീ സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്കിൽ ഇടുകയാണ്. പ്രീ സ്റ്റെറിലൈസ്ഡ് സ്വാൻ നെക്ക് ഫ്ലാസ്ക്, നന്നായി സ്റ്റെറിലൈസ് ചെയ്ത ഒരു സ്വാൻ നെക്ക്, സ്വാൻ എന്ന് പറഞ്ഞാൽ അരയന്നത്തിന്റെ പോലെ നെക്കുള്ള ഫ്ലാസ്കിൽ ഹീറ്റിനെ, അതായത് കിൽഡ് ഈസ്റ്റിനെ അദ്ദേഹം പ്ലേസ് ചെയ്തിട്ട് അതിന്റെ മൗത്ത് ഒരു കോട്ടൺ വെച്ചിട്ട് കവർ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് കുറേ നാള് കഴിഞ്ഞിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നില്ല? ലൈഫ് ഡിഡ് നോട്ട് ഇവോൾവ് ഇൻ ദിസ് കേസ്. ഈ കേസിൽ ലൈഫ് ഉണ്ടാകുന്നില്ല. പക്ഷേ ന്യൂ ലിവിങ് ഓർഗാനിസം ഇവോൾവ് ഇൻ ദ സെക്കൻഡ് ഫ്ലാസ്ക്. സെക്കൻഡ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ അത് സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്ക് അല്ല. സ്റ്റെറിലൈസ്ഡ് അല്ലാത്ത ഓപ്പൺ മൗത്ത് ഉള്ള ഫ്ലാസ്കിലാണെങ്കിലോ എന്ത് വന്നു? ലൈഫ് വന്നു. അതായത് അവിടെ ജീവൻ അദ്ദേഹം കണ്ടു. അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്? ലൈഫ് ഫോംസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്ന് മാത്രമേ ലൈഫ് കെയിം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്.
മുന്നേ ഉണ്ടായതിൽ നിന്ന് മാത്രമേ ലൈഫ് വരികയുള്ളൂ. അത് പറഞ്ഞിട്ടാണ് ലൂയിസ് പാസ്റ്റർ എന്ത് ഡിസപ്രൂവ് ചെയ്തത്? സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ഡിസപ്രൂവ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ തിയറി സ്പെഷ്യൽ ക്രിയേഷൻ തിയറി, അതിനെ ഫോളോ ചെയ്തു വരുന്നത് പാൻസ്പെർമിയ ഓർ കോസ്മോസോയിക് തിയറി, ദെൻ ഫോളോ ബൈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. അത് കഴിഞ്ഞ് വരുന്നതാണ് ലൂയിസ് പാസ്റ്ററിന്റെ തിയറിയാണ് ബയോജെനിസിസ് എന്ന് പറയും. ബയോജെനിസിസ്, ലൈഫ് കെയിം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് ഫോംസ്. ഓക്കെ, ഇത് കഴിഞ്ഞപ്പോൾ അടുത്ത തിയറി വരികയാണ്. ഇതാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന തിയറി എന്ന് പറയുന്നത് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ആണ്, ഓർ ഒപ്പാരിൻ ഹാൽഡൈൻ തിയറി. ഒപ്പാരിൻ ആൻഡ് ഹാൽഡൈൻ, ആ രണ്ട് സയന്റിസ്റ്റുകളാണ് അത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അതിനെ ഒപ്പാരിൻ ആൻഡ് ഹാൽഡൈൻ തിയറി എന്ന് പറയും, കെമിക്കൽ എവല്യൂഷൻ തിയറി. ഇതെന്താ പറയുന്നത്? സ്റ്റേറ്റ്സ് ദാറ്റ് ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ്. നോട്ട് ചെയ്യണം, ലൂയിസ് പാസ്റ്റർ എന്താ പറഞ്ഞത്? പ്രീ എക്സിസ്റ്റിംഗ് ലിവിങ് ആണ്. ഇവരെന്താ പറയുന്നത്? പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ്. പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ് ആൻഡ് ദാറ്റ് ഫോർമേഷൻ ഓഫ് ലൈഫ് വാസ് പ്രൊസീഡഡ് ബൈ കെമിക്കൽ എവല്യൂഷൻ. ഇതിനെയാണ് നമ്മൾ കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോ ഒപ്പാരിൻ ആൻഡ് ഹാൽഡൈൻ്റെയാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി. അവർ പറയുന്നത് എന്താ? ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം pre-existing non-living organic molecule, അല്ലേ? pre-existing non-living organic molecule and that formation of life was preceded by chemical evolution. ഇന്നും കൂടുതലും ആക്സെപ്റ്റ് ചെയ്യുന്ന തിയറി എന്ന് പറയുന്നത് കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. അറ്റ് ദാറ്റ് ടൈം കണ്ടീഷൻ ഓഫ് എർത്ത് വേർ, അതായത് കെമിക്കൽ എവല്യൂഷൻ തിയറി നടക്കുന്ന സമയമില്ലേ, ആ സമയത്ത് എർത്തിന്റെ കണ്ടീഷൻ പറയുകയാണ്. ദ കണ്ടീഷൻ ഓഫ് എർത്ത് വേർ ഹൈ ടെമ്പറേച്ചർ, volcanic eruption, reducing atmosphere contain methane, ammonia, etc. ആ സമയത്ത് എർത്ത് എന്ന് പറയുന്ന ഒരു മോൾട്ടൺ മാസ് ആണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഭയങ്കര ടെമ്പറേച്ചർ ആണ്, ചൂട് ഭയങ്കര കൂടുതലാണ്, വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? മീഥൈനും അമോണിയ ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ അതായത് ഒപ്പാരിൻ ആൻഡ് ഹാൽഡൈൻ ആ തിയറി പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷെ അത് എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുത്തത് SL മില്ലർ ആണ്. SL മില്ലറിന്റെ എക്സ്പെരിമെന്റ് എന്താ ചെയ്തതെന്ന് നോക്കിയേ. പ്രൊവൈഡഡ് എവിഡൻസ്, എക്സ്പെരിമെന്റൽ എവിഡൻസ് ഫോർ കെമിക്കൽ എവല്യൂഷൻ. കെമിക്കൽ എവല്യൂഷന് എക്സ്പെരിമെന്റൽ എവിഡൻസ് കൊടുത്തത് SL മില്ലർ ആണ്. തിയറി പറഞ്ഞു തന്നത് ഒപ്പാരിൻ ആൻഡ് ഹാൽഡൈൻ ആണ്. ഏതാ തിയറി? കെമിക്കൽ എവല്യൂഷൻ തിയറി. അതിന് എക്സ്പെരിമെന്റൽ എവിഡൻസ് കൊടുത്തത് ആരാണ്? SL മില്ലർ ആണ്. ഓക്കെ, ഇനി അതെന്താണെന്നാണ് പറയുന്നത്. ദ എക്സ്പെരിമെന്റ് വാസ് ക്യാരിഡ് ഔട്ട് ബൈ SL മില്ലർ ആൻഡ് HC യൂറേ. രണ്ടു പേരാണ് 1953. SL മില്ലർ ആൻഡ് മില്ലൈ ആൻഡ് യൂറേ എക്സ്പെരിമെന്റ് ആണ്. HC യൂറേ ഇൻ 1953. ഇവരെന്താ ചെയ്തത്? ഹി ടുക്ക് എ ക്ലോസ്ഡ് ഫ്ലാസ്ക്, അതായത് അവരൊരു ക്ലോസ്ഡ് ഫ്ലാസ്ക് എടുത്തിട്ട് അന്നത്തെ എർത്തിന്റെ എൻവയോൺമെന്റ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം 2 ഇലക്ട്രോഡ് വെച്ചിട്ട് ഒരു സ്പാർക്ക് കൊടുക്കുകയാണ്. ഈ സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഫോം ചെയ്തത് എന്തെല്ലാമാണ്? അതാണ് അവരോട് പറയാൻ പോകുന്നത്. നോക്കുക. ഹി ടുക്ക് എ ക്ലോസ്ഡ് ഫ്ലാസ്ക് കണ്ടെയ്നിങ് മീഥൈൻ, ഹൈഡ്രജൻ, അമോണിയ ആൻഡ് വാട്ടർ വേപ്പർ അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ്. എർത്തിന്റെ എൻവയോൺമെന്റ് ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 800 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ക്രിയേറ്റഡ് ഇലക്ട്രിക് ഡിസ്ചാർജ്. അവിടെ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കുകയാണ്. ദീസ് കണ്ടീഷൻസ് വേർ സിമിലർ ടു ദോസ് ഇൻ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ. പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻസ് ആണ് അവരിവിടെ എവിടെ കൊടുത്തത്? ഈ ഫ്ലാസ്കിന്റെ അകത്ത്, ക്ലോസ്ഡ് ഫ്ലാസ്കിന്റെ അകത്ത് കൊടുത്തത്. അപ്പോൾ അന്നത്തെ എർത്തിന്റെ കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മീഥൈൻ, അമോണിയ, H2 ആൻഡ് വാട്ടർ വേപ്പർ, അതുപോലെ ഹൈ ടെമ്പറേച്ചർ അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ്, ദെൻ ക്രിയേറ്റഡ് ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ്. അപ്പൊ എന്താ സംഭവിച്ചത്? ആഫ്റ്റർ എ വീക്ക് ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡ് അല്ലേ, നമ്മുടെ ബയോമോളിക്യൂൾസിൽ വരുന്നതാ. അമിനോ ആസിഡ്സ് വേർ ഒബ്സർവ്ഡ്. കോംപ്ലക്സ് മോളിക്യൂൾസ് ലൈക്ക്, പിന്നെ എന്ത് വന്നു? ഷുഗർ, സാക്കറൈഡ്സ്, മോണോ, ഡൈ, പോളി, നൈട്രജൻ ബേസസ്, പിഗ്മെന്റ്സ്
and fats were seen in the flask by other scientists. എസ്.എൽ. മില്ലറും യൂറയും ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് അമിനോ ആസിഡ് കിട്ടി. ഈ സെയിം എക്സ്പെരിമെന്റ് പല സയന്റിസ്റ്റുകളും ഇതുപോലെ തന്നെ ക്ലോസ്ഡ് ഫ്ലാസ്കിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പലർക്കും പലതരത്തിലുള്ള ഓർഗാനിക് മോളിക്യൂൾസ് കിട്ടുകയാണ്. ആ ഓർഗാനിക് മോളിക്യൂൾസ് ആണ് ഷുഗർ, നൈട്രജൻ ബേസസ്, പിഗ്മെന്റ്, ഫാറ്റ്. were seen in flask by other experiment. അപ്പോൾ അതർ സയൻറ്റിസ്റ്റ്, പല സയൻറ്റിസ്റ്റുകളും ഇത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതെല്ലാം ബയോമോളിക്യൂൾസ് അല്ലേ, ഇതെല്ലാം വെച്ചുകൊണ്ടല്ലേ ഒരു ഓർഗാനിസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തിയറി, കെമിക്കൽ എവല്യൂഷൻ തിയറി ഏറ്റവും കൂടുതൽ ആളുകളും കൂടുതൽ സയൻറ്റിസ്റ്റുകളും ആക്സെപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. അനാലിസിസ് ഓഫ് മീറ്റിയോറൈറ്റ് എന്ന് പറഞ്ഞാൽ ഉൽക്കകൾ. അനാലിസിസ് ഓഫ് മീറ്റിയോറൈറ്റ് ഓൾസോ റിവീൽ ദാറ്റ് similar processes are occurring elsewhere in the space. മീറ്റിയോറൈറ്റ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും മനസ്സിലായത് അതിനകത്തും ഇതുപോലെയുള്ള കണ്ടീഷനും ക്രിയേഷനും നടക്കുന്നുണ്ട്. ദിസ് എക്സ്പെരിമെന്റൽ എവിഡൻസ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് ലൈഫ് ഈസ് കോൾഡ്. അതായത് ഈ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഒറിജിൻ ഓഫ് ലൈഫ്. ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ പറയുന്നത് ഒറിജിൻ ഓഫ് ലൈഫ് ഈസ് കോൾഡ് ആസ് കെമിക്കൽ എവല്യൂഷൻ ഓഫ് തിയറി. ഇതിനെയാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി. കെമിക്കൽ എവല്യൂഷൻ ഓഫ് ലൈഫ് വാസ് മോർ ഓർ ലെസ് ആക്സെപ്റ്റഡ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? സ്പെഷ്യൽ ക്രിയേഷൻ തിയറി, ക്രിയേറ്റഡ് ബൈ ഗോഡ് ആണ്. അതിനുശേഷം വന്നത് പാൻസ്പെർമിയ ഓർ കോസ്മോസോയിക് ആണ്. പിന്നെ വന്നത് എന്താ? സ്പോണ്ടേനിയസ് ജനറേഷൻ ആണ്. പിന്നെ വന്നത് എന്താണ്? ബയോജെനിസിസ് ആണ്. അതിനെ ഫോളോ ചെയ്ത് വന്നതാണ് ഏത് തിയറി എന്ന് പറയുന്നത്? കെമിക്കൽ ഇവല്യൂഷൻ തിയറി ബൈ ആരൊക്കെയാണത്? ഒപ്പാരൻ ആൻഡ് ഹാൽഡൈൻ. എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുത്തത് ആരാണ്? എസ്.എൽ. മില്ലർ ആൻഡ് യൂറെ. അവരുടെ എക്സ്പെരിമെന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലായി പല ബയോമോളിക്യൂൾസും ഇങ്ങനെ ഒരു ഡിസ്ചാർജ് കൊടുക്കുമ്പോൾ, അതായത് സ്പാർക്ക് കൊടുക്കുമ്പോൾ വരുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി എക്സ്പെരിമെന്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മില്ലേഴ്സ് എക്സ്പെരിമെന്റ്. ഇവിടെ നോക്കുക, ഇതാണ് നമ്മൾ പറയുന്ന ഒരു ക്ലോസ്ഡ് ഫ്ലാസ്ക് അവരിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് അന്നത്തെ എർത്തിന്റെ എൻവയോൺമെന്റ് കണ്ടോ, മീത്തൈൻ, അമോണിയ, വാട്ടർ, H2. അതിനുശേഷം സ്പാർക്ക് കൂടെ 2 ഇലക്ട്രോഡ് വെച്ചിട്ട് ഒരു സ്പാർക്ക് കൊടുക്കുകയാണ്. ഈ സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിൽ നിന്നും അമിനോ ആസിഡും ഫാറ്റും പിഗ്മെന്റും അതുപോലെ തന്നെ നൈട്രോജനസ് ബേസ് ഒക്കെ ഫോം ചെയ്ത്. അപ്പോൾ ഇത് അവരുടെ എക്സ്പെരിമെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ്, ഇവിടെ വെച്ചിട്ടാണ് ഡിസ്ചാർജ് കൊടുക്കുന്നത്. ഇതാണ് അവരുടെ എക്സ്പെരിമെന്റ്. ഓക്കെ, ഇനി അടുത്തത് ഒറിജിൻ ഓഫ് ഫസ്റ്റ് സെൽ. ഫസ്റ്റ് നോൺ സെല്ലുലാർ ലൈഫ് ഫോംസ് originated 3 million years ago. നോൺ സെല്ലുലാർ ലൈഫ് ഫോം, സെല്ലില്ല, പക്ഷെ എന്ത് കാണും? അപ്പോൾ സെല്ലിനകത്തുള്ള ബാക്കി ബയോമോളിക്യൂൾസ് എന്തെങ്കിലും ഉണ്ടായിരിക്കണം അല്ലേ? ഫസ്റ്റ് നോൺ സെല്ലുലാർ ലൈഫ് ഫോം originated 3 million years ago. These molecules were, അവരാരായിരുന്നു? RNA, റൈബോന്യൂക്ലിക് ആസിഡ്, ജനറ്റിക് മെറ്റീരിയൽ ആണ്. പ്രോട്ടീൻ അല്ലേ? പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. അതൊക്കെയല്ലേ നമ്മൾ കെമിക്കൽ എവല്യൂഷനിൽ കണ്ടത്. പോളിസാക്കറൈഡ് എന്താണ്? ഷുഗർ ആണ് അല്ലേ? അപ്പോൾ ഈ നോൺ സെല്ലുലാർ ലൈഫ് ഫോംസ് എന്ന് പറയുന്നത് RNA, പ്രോട്ടീൻ, പോളിസാക്കറൈഡ്. നമ്മൾ പറയുന്നുണ്ട് ജനറ്റിക് മെറ്റീരിയൽ DNA ഉണ്ട്, RNA ഉണ്ട്, പക്ഷെ അതിൽ ഫസ്റ്റ് ഉണ്ടായത് ആരാണ്? RNA ആണ്. സെല്ലുലാർ ലൈഫ് ഫോംസ് ഫസ്റ്റ് ഇവോൾവ്ഡ് അബൌട്ട്. അപ്പൊ അതിനുശേഷം ഈ നോൺ സെല്ലുലാർ ലൈഫ് ഫോം എന്തായി മാറി? സെല്ലുലാർ ലൈഫ് ഫോം ആയിട്ട് മാറി. ദ സെല്ലുലാർ ലൈഫ് ഫോം ഇവോൾവ്ഡ് അബൌട്ട് 2000 million years ago. സെല്ലുലാർ ലൈഫ് ഫോം ഉണ്ടായിട്ട് എത്രയായിട്ടുള്ളൂ? 2000 million years ആയിട്ടുള്ളൂ. These were single celled form in aquatic environment. അത് സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. അത് ആദ്യമായി വന്നത് എവിടെയാണ്? അക്വാട്ടിക്, വെള്ളത്തിലാണ് ആദ്യമായിട്ട് വന്നത്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെള്ളത്തിൽ വന്നു, സിംഗിൾ സെൽഡ് ആണ് അല്ലേ? ഏതൊക്കെയാകാം? നമ്മൾ ആൽഗയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? ആൽഗയിൽ പഠിച്ചിരിക്കുന്നത് ക്ലാമിഡോമോണസ്, ക്ലോറല്ല, അതൊക്കെ വേണമെങ്കിലും ആകാം അല്ലേ? നോക്കാം നമുക്ക് എന്താന്ന്. അപ്പോൾ ദീസ് വേർ സിംഗിൾ സെൽഡ് ഫോംഡ് ഇൻ അക്വാട്ടിക് എൻവയോൺമെന്റ്. This form of abiogenesis, that is first form of life, arose slowly through evolutionary forces from non-living molecules
it is accepted by many scientists. This form of abiogenesis, chemical evolution theory കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. Abiogenesis, that is first form of life, arose slowly through evolutionary forces ഫ്രം നോൺ ലിവിങ് മോളിക്യൂൾസ് അല്ലേ. അതായത് ഫസ്റ്റ് ഫോം ലൈഫ് ഉണ്ടായത് എവല്യൂഷണറി ഫോഴ്സസിൽ നിന്നുമാണ്. ഫ്രം ആരിൽ നിന്നും? നോൺ ലിവിങ് മോളിക്യൂൾസിൽ നിന്നുമാണ്. ഇതാണ് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന, കൂടുതൽ സയൻറ്റിസ്റ്റുകളും ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് തിയറി ഓഫ് അബയോജെനിസിസ്, അതായത് കെമിക്കൽ എവല്യൂഷൻ തിയറി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എവല്യൂഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് തിയറീസ്, എന്നിട്ട് ഫൈനലായിട്ട് എല്ലാവരും ചെന്നെത്തിയ തിയറി ഏതാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറി. കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ് ഞാൻ പറഞ്ഞു ഇപ്പോഴും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന തിയറി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. ലൈഫ് ഈസ് ഫോംഡ് ഫ്രം എവിടെ നിന്നാണ്? നോൺ ലിവിങ് മോളിക്യൂൾസിൽ നിന്നുമാണ്. നോൺ ലിവിങ് മോളിക്യൂൾസിൽ നിന്നുമാണ്. ഓക്കെ, ഇപ്പോഴും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന തിയറി സെയിം തന്നെയാണ്. ഓക്കെ, താങ്ക് യു.